ഹൃദയാഘാതത്താൽ മരിച്ച അധ്യാപകന്റെ ഓർമ്മദിനത്തിൽ നാട്ടിൽ ഹൃദയരക്ഷാ സേനയ്ക്ക് രൂപം നൽകി കുടുംബം മാതൃകയായി. കായംകുളം പെരിങ്ങാല തുണ്ടുതറയിൽ അനന്തൻ പിള്ളയുടെ കുടുംബമാണ് മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച അധ്യാപകനായ കുടുംബനാഥന്റെ ഓർമ്മദിനത്തിൽ നാട്ടിൽ ഹൃദയരക്ഷാ സേനയ്ക്ക് രൂപം നൽകി മാതൃകയായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം. കായംകുളം പെരിങ്ങാല തുണ്ടുതറയിൽ അനന്തൻ പിള്ളയുടെ ഓർമ്മയ്ക്കായാണ് നാട്ടിൽ ഹൃദയരക്ഷാ സേനയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബം രൂപം നൽകിയത്. മാവേലിക്കര ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ അധ്യാപകനായിരിക്കെയാണ് കായംകുളം പെരിങ്ങാല തുണ്ടുതറയിൽ അനന്തൻ പിള്ള മരണമടയുന്നത്. ശ്വാസം ലഭിക്കാതെ പിടഞ്ഞ അദ്ദേഹത്തിന് ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകാൻ സഹായത്തിനായി ഓടിക്കൂടിയ ഒരാൾക്കെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാനാവുമായിരുന്നു. ഈ സംഭവം കുടുംബം ഇന്നും വേദനയോടെ ഓർക്കുന്നു. അനന്തൻ പിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ വേറിട്ട ഒരു ശ്രമം നടത്താനായി ഇതോടെ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. തങ്ങളുടെ ഗ്രാമത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 10 ചെറുപ്പക്കാർക്ക് ഹൃദയരക്ഷാ പരിശീലനം നൽകാനാണ് തീരുമാനിച്ചത്. അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷന്റെ സർട്ടിഫിക്കേഷനോടുകൂടി പരിശീലനമാണ് യുവാക്കൾക്ക് നൽകുന്നത്. രോഗിയെ ആശുപത്രിയിൽ എത്തും വരെ ശ്വാസം നിലയ്ക്കാതെ സൂക്ഷിക്കുവാൻ സഹായിക്കുന്ന ആംബു ബാഗുകൾ അടങ്ങിയ കിറ്റുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഓരോ വോളണ്ടിയർമാർക്കും കുടുംബം വാങ്ങി നൽകി. കായംകുളം നഗരസഭ 17-ാം വാർഡ് കൗൺസിലർ ബിജു, ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകനായ പ്രൊഫസർ മന്മഥൻ പിള്ള, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അസറുദ്ദീൻ, ഡോക്ടർ ലീന എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂളിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് കിറ്റ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു ആലോചനയിലായിരുന്നു. അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴായിരുന്നു പെട്ടെന്ന് അതിനേക്കാളുപരി എനിക്ക് തോന്നിയത് നമ്മുടെ വാർഡ് തലത്തിൽ, കാരണം എന്റെ അച്ഛന്റെ മരണം, അച്ഛൻ 54-ാമത്തെ വയസ്സിലാണ് ഇരിക്കുന്നത്. 54-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ആ ഒരു പ്രായത്തോട് അടുത്ത് വരുമ്പോഴാണ് അതൊരു ചെറുപ്പമാണെന്ന് ഇന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. കാരണം അന്നത്തെ പ്രായത്തിൽ ഞാൻ എനിക്കൊരു 20 വയസ്സ് കഴിഞ്ഞ ആളായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് അത്രയും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അന്ന് കാലത്ത് 54 വയസ്സ് എന്നൊക്കെ നമ്മൾ ഏജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് അതൊരു 54 വയസ്സൊരു പ്രായമേ അല്ലെന്നുള്ളത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് കൊണ്ടു. അപ്പം അച്ഛനൊന്ന് ഞാനും എന്റെ ചേട്ടന്റെ സ്ഥലത്തിൽ ആ ഒരു സമയത്ത് അച്ഛന് ഇതുപോലെ അറ്റാക്ക് വരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ എനിക്ക് ഒരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ ആൾക്കാർ പ്രാപ്തരാണെന്നുണ്ടെങ്കിൽ, അവർക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇനി ഒത്തിരി ആൾക്കാർക്ക് ആ ഒരു പ്രായത്തിൽ ഈ ലോകം വിട്ടു പോകാതെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ അന്നേരമുള്ള ചിന്തയിലാണ് ഞാൻ ഇങ്ങനൊരു സംഭവം. ഞാൻ CPR എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനായി ഇപ്പൊ CPRന്റെ ഒരു ട്രെയിനിങ് വരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് എന്റെ ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വന്നു. അപ്പൊ അത് ഞാൻ നമ്മളുടെ വാർഡ് കൗൺസിലർ ബിജുവായിട്ട് ഷെയർ ചെയ്തു. അന്നേരമാണ് ഇങ്ങനെ ആശയം വന്നത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു തുടക്കമാണ്. ഇത് ഞാൻ ഒന്ന് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാർഡിലെ എല്ലാ ആൾക്കാരും, നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രദേശത്ത് എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടുകയും, പിന്നെ നമ്മളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനെ പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ, കാരണം ഒരാളെ നമുക്ക് സേഫാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മിക്കവാറും നമ്മൾ കാണുന്നുണ്ട്. പലരെയും നമ്മൾ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ വരുന്നു. അപ്പൊ അതൊരു നല്ല തുടക്കമാവാൻ വേണ്ടിയിട്ട് അതും എന്റെ അച്ഛന്റെ 25-ാം ചരമവാർഷികമായ ഇന്ന് തുടങ്ങി വെക്കാൻ കായംകുളം.